IPL ആകെ ഒരു ഫൈനൽ എന്നതിനപ്പുറം ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്ത ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ്. 2008 മുതൽ ഓരോ കൊല്ലവും മികച്ച താരങ്ങളെ തങ്ങളുടെ ടീമിലെത്തിക്കാൻ ഡൽഹിക്ക് സാധിച്ചിരുന്നുവെങ്കിലും അതൊന്നും സക്സസ് ആകാൻ ടീമിന് കഴിഞ്ഞിരുന്നില്ല. ഇത്തവണ മെഗാലേലം കഴിയുമ്പോഴും വളരെ ബാലൻസ്ഡ് ആയ ഒരു ടീമായിട്ടാണ് ഡൽഹി 2025 IPL വരുന്നത്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡൽഹി ക്യാപിറ്റൽസിന്റെ IPL 2025 സ്കോഡ് അനാലിസിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുപോലുള്ള കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒറ്റ നോട്ടത്തിൽ ഡൽഹി ടീം വളരെ ബാലൻസ്ഡ് ആയിട്ട് കാണുമ്പോൾ മികച്ച ഇന്ത്യൻ താരങ്ങളും അതുപോലെ ക്വാളിറ്റി ഫോറിൻ പ്ലേയേഴ്സും ടീമിലുണ്ട്. മികച്ച യുവതാരങ്ങളും അതുപോലെ എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സും ഈ പുതിയ സ്ക്വാഡിലുണ്ട്. ഡൽഹിയുടെ ഏറ്റവും ശക്തി അവരുടെ ശക്തമായ ബാറ്റിംഗ് നിരയാണ്. രാഹുലും ഫാഫും കൂടെ ലൈനപ്പിലോട്ട് വന്നപ്പോൾ ഒരേ ടൈം അറ്റാക്കിംഗ് ചെയ്യാനും ഇന്നിംഗ്സ് ആങ്കർ ചെയ്യാനും താരങ്ങളുണ്ട്. കൃത്യമായ ബാക്കപ്പുകളും ടീമിൽ അവൈലബിൾ ആയിരിക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയ ഒരു ബാറ്റിംഗ് നിര ടീമിനുണ്ട്. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ മികച്ച ബോളിംഗ് നിരയും ടീമിനുണ്ട്. സ്റ്റാർക്ക് നയിക്കാൻ പോകുന്ന പേസ് ബോളിംഗും കുൽദീപ് നയിക്കാൻ പോകുന്ന സ്പിൻ നിരയും ശക്തമാണ്. എന്നാൽ ഇത്തവണയും ഡൽഹിക്ക് തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളും ടീമിലുണ്ട്. രാഹുലും അക്സർ പട്ടേലും ഉള്ളപ്പോൾ ടീമിനെ ആര് നയിക്കുമെന്നത് ഇൻട്രസ്റ്റിംഗ് ആയി കാണേണ്ട ഒന്നാണ്. ഡൽഹിയുടെ കഴിഞ്ഞ കൊല്ലത്തെ സ്കോഡ് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ അക്സർ പട്ടേൽ അല്ലാതെ IPL പോലെ ബിഗ് സ്റ്റേജിൽ പ്രൂവ് ചെയ്ത ഒരു ഓൾറൗണ്ടർ ടീമിലില്ല. കഴിഞ്ഞ കൊല്ലം മിച്ചൽ മാർഷും നൈബ് പോലെയുള്ള ക്വാളിറ്റി ഫോറിൻ ഓൾറൗണ്ടേഴ്സ് ടീമിലുണ്ടായിരുന്നപ്പോൾ ഇത്തവണ ഒരു ഫോറിൻ ഓൾറൗണ്ടർ പോലും ടീമിലില്ല. ഫിനിഷിംഗ് ആണ് ടീമിന് മറ്റൊരു തലവേദന. അക്സർ പട്ടേൽ അല്ലാതെ ഒരു ക്വാളിറ്റി ഫിനിഷർ ടീമിന് അവകാശപ്പെടാനില്ല. അശുതോഷ് ശർമ്മ, സമീർ റിസ്വി എന്നീ താരങ്ങളുടെ പ്രകടനം ഈ കൊല്ലം ടീമിന് നിർണായകമാണ്. സ്പിൻ ബോളിംഗ് ബാക്കപ്പാണ് ടീം നേരിടുന്ന അടുത്ത പ്രശ്നം. അക്സറും കുൽദീപും ഉണ്ടെങ്കിൽ പോലും അവർക്കൊരു പ്രോപ്പർ ബാക്കപ്പായി ഒരു എക്സ്പീരിയൻസ് സ്പിന്നർ ടീമിനില്ല. IPL പോലെയുള്ള ഒരു വലിയ ടൂർണമെന്റിൽ അക്സറോ കുൽദീപോ ഒരു പരിക്ക് പറ്റിയാൽ ടീമിനത് തിരിച്ചടിയാകും. ഡൽഹി എപ്പോഴും അങ്ങനെയാണ്. ശക്തമായ ടീമുമായി വന്നാലും പലപ്പോഴും നിർഭാഗ്യം അവരെ വേട്ടയാടും. ലോക ക്രിക്കറ്റിലെ T20 ഒട്ടുമിക്ക മികച്ച താരങ്ങളും ഒരിക്കൽ ഡൽഹിയുടെ ഭാഗമായിരുന്നുവെന്ന് അറിയുമ്പോഴാണ് ടീം പലപ്പോഴും അത്രമാത്രം നിർഭാഗ്യരായിരുന്നു എന്ന് അറിയാൻ സാധിക്കുക. ഇത്തവണ അത്ഭുതങ്ങൾ കാണിക്കാൻ ഈ പുതിയ ഡൽഹിക്ക് സാധിക്കുമോ?